വനം വകുപ്പിനെതിരെ പീരുമേട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സീതയുടെ ഭർത്താവ് ബിനു. കാട്ടാന ആക്രമണത്തിൽ അല്ല സീത മരിച്ചത് എന്ന ഡോക്ടറുടെയും വനം വകുപ്പിന്റെയും പ്രസ്താവന ഏറെ വേദനിപ്പിച്ചു എന്നാണ് ബിനു പറയുന്നത്. കാട്ടാന ആക്രമണമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടും നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ നൽകാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഈ അർഹമായ നഷ്ടപരിഹാരം കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ വിളിക്കുകയോ ഇതേപ്പറ്റി ചോദിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ പിള്ളേരെ സ്കൂളിൽ വിടണം, അവർക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഇതേവരെ പിള്ളേർക്ക് പഠിക്കാൻ പോകാനൊരു മനസ്സങ്ങോട്ട് തോന്നുന്നില്ല. പിന്നെ അത് കാട്ടാല മൂലമല്ല, തല്ലിക്കൊന്നാണെന്ന് പറയുന്നതിനകത്ത് എന്ത് അവസ്ഥയാണോ ഉള്ളതെന്ന് എനിക്കത് ബലമായ സംശയം. എൻ്റെ അഭിപ്രായം ഇതാണ്. ഇങ്ങനെയുള്ള ഘോരകൃത്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഗൂഢാലോചനയാണ്. അടിയന്തരമായി ബിനുവിന് കിട്ടേണ്ട ആനുകൂല്യം കോമ്പൻസേഷൻ കിട്ടണം. തുടർന്നുള്ള ജോലിയിൽ അത് കൃത്യമായിട്ട് സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള സംവിധാനവും കുട്ടികൾക്ക് പഠിച്ച് മുമ്പോട്ട് പോകാനുള്ള സൗകര്യവും ഉണ്ടാകണമെന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. വിവരങ്ങളുമായി നിതിൻ തോമസ് ആയിരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് വനം വകുപ്പ് ഇപ്പോഴും ഈ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്തത്? ഈ രേഖകളൊക്കെ ഇവരുടെ പക്കലില്ലേ? അത് ഹാജരാക്കുകയും ചെയ്തില്ലേ? ഈ സീതയുടെ മരണത്തിൽ ഇപ്പോൾ പോലീസാണ് ഇത് കാട്ടാന ആക്രമണത്തിൽ തന്നെ ഇന്ന് സ്ഥിരീകരണം പെടുത്തി കഴിഞ്ഞ ആഴ്ച പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷെ വനം വകുപ്പിന്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ആ പ്രദേശത്ത് അതായത് ഈ സീതയുടെ മരണത്തിൽ കാട്ടാന ആക്രമണമാണോ എന്നൊരു സംശയം തന്നെയാണ് ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും മുന്നിക്കുന്ന ഒരു കാര്യം. ഈ ജൂൺ 13 പീരുമേട് സമീപം മീൻമുട്ടിയിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം പരിശോധനയിലായിരുന്നു സീതയുടെ മരണം കൊലപാതകം എന്ന സംശയം ഫോറൻസിക് സർജൻ മുമ്പോട്ട് വെച്ചത്. അതിന് പിന്നാലെ തന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തിയിട്ട് അത്തരത്തിലൊരു കാട്ടാന ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടത് എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നാലെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു. ആ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. കോടതിയിൽ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ വനം വകുപ്പ് ഇതിൽ മറിച്ചൊരു തീരുമാനത്തിലെത്താനോ അല്ലെങ്കിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിൽ നടത്തിയെന്ന് പറയാനോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാനോ യാതൊന്നിനും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. വനം വകുപ്പോ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റോ അതുമായി ബന്ധപ്പെട്ട അധികൃതരോ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഈ സീതയുടെ ഭർത്താവ് ബിനു ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. മക്കൾക്ക് ഇപ്പോഴും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും ബിനു പങ്കുവെക്കുന്നുണ്ട്.